പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവിൻ്റെ ചുറ്റിക്കറങ്ങൽ കാണും നമ്മൾ ഈ ദിവസങ്ങളിൽ. നമ്മളെ അത്ഭുതപ്പെടുത്തുന്നൊരു കാര്യമാണ്. കാരണം മരണം അടുത്തിരിക്കുന്നു എന്ന് മനസ്സിലാക്കിയ ഒരാൾ തന്നെ കൊല്ലാൻ പോകുന്ന ആളുകളുടെ മുന്നിലൂടെ കൂളായിട്ട് നടന്നുകൊണ്ടിരിക്കുക. അത് ജനങ്ങളും പറയുന്നുണ്ട് സുവിശേഷത്തിൽ. ക്രിസ്തു വരുമ്പോൾ അത് ഇവൻ തന്നെയാണ് ക്രിസ്തു എന്ന് ഒരുപക്ഷെ യഥാർത്ഥത്തിൽ അധികാരികൾ അറിഞ്ഞിരിക്കുമോ, അതുകൊണ്ടായിരിക്കും ഇവനെ തൊടാത്തത്, ഇവനെ ഒന്നും ചെയ്യാത്തതെന്നൊക്കെ ചോദിക്കുന്ന വിധത്തിൽ അത്രയ്ക്ക് ഫ്രീ ആയിട്ട് കർത്താവ് ഇങ്ങനെ നടക്കണത് നമ്മൾ കാണുന്നുണ്ട്. പറഞ്ഞല്ലോ, നമ്മളെ ഒത്തിരി അമ്പരപ്പിക്കുന്ന ഒരു കാര്യമാണ്. കൊല്ലാൻ പോകുന്ന ആളുകളുടെ മുൻപിലൂടെ ഒരു കൂസലും ഇല്ലാതെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ക്രിസ്തുവിനെ നമ്മൾ കാണും. അതിനുള്ള കാരണം നമ്മൾ കൃത്യമായിട്ട് അവസാനത്തെ വചനത്തിൽ വായിക്കുന്നുണ്ട്. അവനെ ബന്ധിക്കാൻ അവർ ശ്രമിച്ചു, എന്നാൽ ആർക്കും അവനെ പിടിക്കാൻ കഴിഞ്ഞില്ല. അവൻ്റെ സമയം ഇനിയും വന്നിരുന്നില്ല. ഇത് കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന പദ്ധതികൾ കൃത്യമായിട്ട് നിറവേറുമെന്ന് വിശ്വസിച്ചേക്കുക. അത് എന്ത് നടക്കുമ്പോഴും അത് തമ്പുരാൻ്റെ മനസ്സനുസരിച്ചാണ് ഇത് നടക്കുന്നതെന്നൊന്ന് ഉറപ്പിച്ചേക്ക്. നമുക്ക് കൂളായിട്ട് നടക്കാൻ പറ്റും. അതിനു മുൻപ് എൻ്റെ ജീവിതത്തിൽ അതല്ലാതെ വേറൊന്നും നടക്കില്ല. നമ്മൾ കർത്താവ് തീരുമാനിച്ചു വെച്ചിരിക്കുന്ന കാര്യം അതുപോലെ തന്നെ എൻ്റെ ജീവിതത്തിൽ നിറവേറാൻ വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയാണല്ലോ ശരിക്കുള്ള പ്രാർത്ഥന. അങ്ങയുടെ രാജ്യം വരണം, അങ്ങയുടെ തിരുമനസ് സ്വർഗ്ഗ, ഇതാ കർത്താവിൻ്റെ ദാസി, ഇതൊക്കെ എൻ്റെ ഇഷ്ടമല്ല പിതാവേ നിൻ്റെ ഇഷ്ടം. പ്രാർത്ഥന എന്നൊക്കെ പറഞ്ഞാൽ ഇത് തന്നെയാണ്. എനിക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്, എനിക്ക് ഒരുപാട് ആവശ്യങ്ങളുണ്ട്, എനിക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. പക്ഷേ വാട്ട് എവർ ഈസ് യുവർ മൈൻഡ്, അത് നടക്കട്ടെ, അത് നടന്നോട്ടെ എന്നുള്ള ഒരു സമർപ്പണമാണ് ശരിക്കും പ്രാർത്ഥന എന്ന് പറയുന്നത്. അങ്ങനെ ജീവിക്കുന്നവർ ഭയങ്കര കൂളാണ്. അങ്ങനെ ജീവിക്കുന്നവർക്ക് പിന്നീട് ലൈഫിന് ഒരു ആകുലതകളില്ല എന്ന് പറയുന്നത്. കർത്താവ് അതാണ് നമ്മളെ വചനത്തിൽ ഓർമ്മപ്പെടുത്തുന്നത്. നിങ്ങൾ ഉത്കണ്ഠപ്പെടുന്നത് കൊണ്ട്, ആകുലരാവുന്നത് കൊണ്ട് നിങ്ങളുടെ ആയുസ്സിൻ്റെ ഒരു മുഴം കൂട്ടാനോ കുറയ്ക്കാനോ നിങ്ങൾക്ക് പറ്റുമോ? പിന്നെ എന്തിനാണ് നിങ്ങൾ ആകുലപ്പെടണേ? ഈ ദിവസങ്ങളിൽ ഗൾഫിൽ നിന്നൊക്കെ വരുന്ന ഒരുപാട് ഫോൺ കോളുകളുണ്ട്. ഏതാണ്ട് 90% വെച്ചാൽ പേടിയാവണു. മിസൈൽ ഞങ്ങളുടെ വീടിൻ്റെ മുകളിൽ കൂടിയൊക്കെ പോയി, താമസിക്കുന്ന സ്ഥലത്തിൻ്റെ എവിടെയാണ് പോയി വീണതെന്നറിയില്ല, പേടിക്കുന്നുണ്ട്. അവരുടെ പേടി റീസണബിൾ ആണ്, നമുക്ക് പറയാൻ പറ്റും. പക്ഷേ ഒരു 10% ആൾക്കാരുണ്ട് വെച്ചാൽ പ്രശ്നമൊക്കെ ഉണ്ട് വെച്ചാൽ, പക്ഷേ ലൈഫ് ഇങ്ങനെ പോകുന്നുണ്ട്, കർത്താവിനെ ഏൽപ്പിച്ചിട്ടുണ്ട്, ഞങ്ങൾ ഓക്കെയാണ്. ഇത് കേൾക്കുന്നവർക്ക് കൊടുക്കുന്നൊരു ബലം ഉണ്ടല്ലോ, അത് എവിടെ നിന്ന് വരുന്നു എന്ന് ചോദിച്ചാൽ അവസാനം പറഞ്ഞ ഒരു വാക്കാണ്, ഞങ്ങൾ കർത്താവിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. പിന്നെ നടക്കണതൊക്കെ ഈശോയുടെ ഇഷ്ടമനുസരിച്ചാണ്. മരിക്കാനാണെങ്കിലും കർത്താവ് തീരുമാനിച്ച സമയത്താണ് ഞങ്ങൾ മരിക്കാൻ പോണേ. ഇപ്പോൾ ഞങ്ങൾ ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകണമെന്ന് സ്വർഗം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ, ഞങ്ങളത് അക്സെപ്റ്റ് ചെയ്യുന്നു. അക്സെപ്റ്റ് ചെയ്യുന്നതോടുകൂടെ നമ്മുടെ ലൈഫിന് കിട്ടുന്നൊരു ബലമുണ്ട്, ഒരു ലൈറ്റ് ആവുന്നുണ്ട് നമ്മുടെ ജീവിതം കുറേ കൂടെ. ബോബിയച്ചൻ്റെ ഒരു പുസ്തകത്തിൽ ആ ഒരു കഥ ഇങ്ങനെ വായിക്കുന്നുണ്ട്. ഒരു കുഞ്ഞിനെ അതിൻ്റെ അടുത്ത് ചെന്നിട്ട് സാറ് പറയുന്നുണ്ട്, ആമി ഞാൻ നിന്നെ ഈ കസേരയിൽ നിന്ന് എടുക്കാൻ പോവാണ്. അപ്പോൾ അവൾ പറയുന്നില്ല, ഞാൻ സമ്മതിക്കില്ല. കൊച്ചിനെ അയാളിങ്ങനെ വലിച്ച് എടുക്കുന്നു. അവളിങ്ങനെ കസേരയിൽ ഇങ്ങനെ കെട്ടിപ്പിടിച്ചിരിക്കുന്നു. അവസാനം സാറിന് ബലം കൂടുതലാണല്ലോ, വലിച്ചെടുത്ത് പുറത്തേക്ക് ഇരുത്തുമ്പോഴേക്കും ഇവളുടെ കൈയും കാലൊക്കെ വേദനിക്കുന്നുണ്ട്. അടുത്തൊരു കുഞ്ഞിനോട് മോളെ ഞാൻ നിന്നെ എടുക്കാൻ പോവാം. എന്നിട്ട് കൈ നീട്ടുമ്പോൾ തന്നെ ഈ കൊച്ചിങ്ങനെ ചാടി ആ കയ്യിലോട്ട് ചെല്ലുന്നു. അവർ നൃത്തം ആരംഭിക്കുന്നു. എന്തിനാ ഈ ബലം പിടിച്ചിരുന്നേ? കൈയും കാലും വേദനിക്കാനല്ലാതെ. എന്തായാലും കാര്യങ്ങളൊക്കെ നടക്കും, കർത്താവ് തീരുമാനിച്ചിരിക്കുന്നത് പോലെ. നമ്മളങ്ങനെ വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ ഒരു പ്രശ്നമില്ലാതെ, നമുക്ക് വേദനിക്കാതെ, ഭാരമില്ലാതെ സ്വസ്ഥമായിട്ട് നമുക്ക് പോകാൻ പറ്റുള്ളൂ. ഇത് വചനത്തിൻ്റെ ഒന്നാമത്തെ വായനയിൽ നമ്മൾ അത് കൃത്യമായിട്ട് കാണുന്നുണ്ട്. എന്നാൽ അവർക്ക് തെറ്റുപറ്റി, ദുഷ്ടത അവരെ അന്ധരാക്കി, ദൈവത്തിൻ്റെ നിഗൂഢ ലക്ഷ്യങ്ങൾ അവർ അറിഞ്ഞില്ല. അവരന്ധരായിപ്പോയതിൻ്റെ കാരണം ദൈവത്തിൻ്റെ നിഗൂഢ ലക്ഷ്യങ്ങൾ അറിയാതെയും മനസ്സിലാക്കാതെയും ഇങ്ങനെ സമർപ്പിക്കാതെയും സ്വന്തം ഇഷ്ടം അനുസരിച്ചും സ്വന്തം പദ്ധതികൾ അനുസരിച്ചും മുൻപോട്ട് പോകാൻ നോക്കിയതുകൊണ്ടാണ്. ഏത് ടൈപ്പിലാണ് കിടക്കണേന്ന് ആലോചിച്ച് നോക്ക്. കർത്താവിനെ പോലെ കൂളായിട്ട് നടക്കണോ,
അത് അങ്ങനെയാണെങ്കിൽ പിതാവെ നിന്റെ കരങ്ങളിൽ, മരണം പോലും എന്തൊരു ശാന്തമാണ് ഈശോയുടെ എന്ന് ആലോചിച്ച് നോക്കണേ. അപ്പോൾ നമുക്കൊന്ന് പ്രാർത്ഥിച്ചു തുടങ്ങണം അങ്ങനെ ഈശോയെ പോലെ നടക്കാനായിട്ട്. അപ്പുറത്ത് ഈ മനുഷ്യര് ഭാരം കൊണ്ട് തിങ്ങാണ്. ഒന്നാമത്തെ വായനയിലും സുവിശേഷത്തിലൊക്കെ കർത്താവിന് എതിരായി നിൽക്കുന്നവര് ഇങ്ങനെ ഭാരം കൊണ്ട് തിങ്ങാണ്. കാരണം അവർക്ക് അവരുടേതായിട്ടുള്ള നിഗൂഢ ലക്ഷ്യങ്ങളുണ്ട്, അവരുടേതായിട്ടുള്ള തീരുമാനങ്ങളുണ്ട്, അവരുടേതായിട്ടുള്ള ആഗ്രഹങ്ങളുണ്ട്, പദ്ധതികളുണ്ട്. ഒരു ഇത്തിരി പാളിയാൽ പിന്നീട് ലൈഫ് പോയി എന്ന് പറഞ്ഞ് നടക്കുകയാണ്. ഇപ്പുറത്തൊരാൾ അതല്ല, പിതാവിന് എന്നെ കുറിച്ച് പദ്ധതിയുണ്ട്, അങ്ങനെ അങ്ങോട്ട് പൊക്കോട്ടെ എന്ന് പറഞ്ഞ് നടക്കാം. എന്തൊരു തൂവല് കണക്കിയുള്ളൊരു ജീവിതമാണ് ആലോചിച്ച് നോക്കണം. കർത്താവെ, അങ്ങിലേക്ക് സമർപ്പിച്ച് അങ്ങയിൽ പരിപൂർണമായി ആശ്രയിച്ച് അങ്ങയിൽ ശരണപ്പെട്ട് ഞങ്ങളും ഇതുപോലെ സ്വസ്ഥതയോടുകൂടെ ജീവിതത്തിൽ മുന്നോട്ട് നടക്കാൻ കൃപ നൽകണമേ എന്ന പ്രാർത്ഥനയോടുകൂടെ ആശീർവാദം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈ രാത്രിയിലും നമുക്ക് ആ വചനം തന്നെ ധ്യാനിക്കാം. അത് എപ്പോഴും ഒന്ന് ഓർക്കണം, നല്ലത്. ഞാൻ ശാന്തമായി കിടന്നുറങ്ങുന്നു, ഉണർന്നെഴുന്നേൽക്കുന്നു, കാരണം ഞാൻ എൻ്റെ കർത്താവിൻ്റെ കരങ്ങളിലാണ്. പലതവണ ധ്യാനിച്ചിട്ടുള്ളതാണല്ലോ. എന്നിട്ടും ഇതുള്ളിൽ ഇങ്ങനെ ആവർത്തിക്കുമ്പോൾ നമ്മുടെ രാത്രികൾ സ്വസ്ഥമാകുന്നു, നമ്മുടെ ഉറക്കത്തിന് ശാന്തതയുണ്ടാവുന്നു. സ്വർഗ്ഗം അനുഗ്രഹിക്കട്ടെ. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ.